ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. ഒരു സദ്യ സ്പെഷ്യൽ വിഭവമാണിത്. ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരില്ലേ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ട് നല്ല റെസിപ്പിയാണ്. ഇത് സാധാരണ കൂട്ടുകറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തേങ്ങ അരച്ച് ചേർക്കാതെ ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്ത് മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചില സദ്യകളിലൊക്കെ ഞാനിത് കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനും കുറേ ഓണം റെസിപ്പീസും പായസം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പികളാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 2 നേന്ത്രക്കായും ഈ സൈസിലുള്ള ഒരു ചേനയുടെ പീസുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വലിയ കായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കായ ഉപയോഗിച്ചാൽ മതി. ഇത് ഇത്തിരി ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ 2 കായ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കായയുടെയും ചേനയുടെയും എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. ഇത് 1/2 കപ്പ് കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം രാവിലെ അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഓവർനൈറ്റ് അല്ലെങ്കിൽ 8 മണിക്കൂർ കുതിർത്തെടുത്താൽ മതി. അതിന് ശേഷം ഈ പാകത്തിന് വേവിച്ചെടുത്തതാണ്. ആദ്യം നമുക്ക് കായും ചേനയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. ചേന ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ്. സ്ക്വയർ പീസസ് ആയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. കായ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് കറയെല്ലാം കളഞ്ഞ് എടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാകത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ കൂടുതലൊന്നും ഒഴിക്കേണ്ട, ഒരു മുങ്ങാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. കഷ്ണങ്ങളൊന്നും വെന്തൊന്നും ഉടഞ്ഞു പോകരുത്. ഈ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി പാൻ സ്റ്റവിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റവിൽ വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടല വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചേനയിലേക്കും കായയിലേക്കും വേണ്ട ഉപ്പുപൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. പാനൊന്ന് വേണമെങ്കിൽ മൂടി വെച്ചിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി പാൻ്റെ മൂടി മാറ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കറി താളിച്ചിടാനായിട്ട് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് പൊട്ടിക്കാം. കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് നീളത്തിൽ കീറിയതും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തേങ്ങ കാണുന്ന പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കൂട്ടുകറി പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് വെക്കുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ്. നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്.
നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള റെസിപ്പി നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അവസാനം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ തേങ്ങ വറുത്ത് ചേർത്തതിൻ്റെയും ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയാണിത്. ഇപ്പോൾ കറി റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്കിത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ ഓണത്തിന് നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്